ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 33 പിയോ ദിനങ്ങളിലെ മൂന്നാമത്തെ ദിനം. ഇന്ന് നമ്മൾ വിശുദ്ധ പാദ്രിപ്പിയോയുടെ ബാല്യകാലത്ത് നടന്ന രണ്ട് ദൈവവിളികൾക്കെതിരായുള്ള കെണികളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കുറേയധികം പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നുപോയിട്ടാണ് ഫ്രാൻസിസ്കോ സന്യാസ ആശ്രമത്തിലേക്ക് ചേരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ രണ്ട് കത്തുകളുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ രണ്ട് പ്രണയത്തിൻ്റെ കത്തുകളുമായിട്ട് ബന്ധപ്പെട്ട കെണികൾ വിശുദ്ധന് തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് പറയുന്ന ഇപ്രകാരമാണ്: വിശുദ്ധൻ തൻ്റെ ക്ലാസ് മുറിയിൽ മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും വ്യത്യസ്തനായി വളരെ നല്ല സ്വഭാവത്തിനുടമയാണെന്ന പേരിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ അസൂയ പൂണ്ട ചില സുഹൃത്തുക്കൾ, ചില സഹപാഠികൾ വിശുദ്ധനെ നല്ല പേര് ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ആദ്യത്തെ ഒരു ഇടപെടലാണ്. അതേ ക്ലാസ്സിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയുടെ പേരിൽ അവൾക്ക് എഴുതിയെന്ന രീതിയിൽ ഒരു പ്രണയലേഖനം ഇവരെഴുതിയുണ്ടാക്കി ഇത് ഈ വിശുദ്ധനറിയാതെ, ഫ്രാൻസിസ്കോ അറിയാതെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്ക് തിരികെ വയ്ക്കുകയുണ്ടായി. എന്നിട്ട് അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഇവർ വലിയ ബഹളവും കളിയാക്കലും ചിരിയും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ അധ്യാപകൻ്റെ കാര്യം തിരക്കുന്നു. അധ്യാപകനെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അധ്യാപകൻ എൻ്റെ കാരണം തിരക്കി കഴിയുമ്പോൾ ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് ഈ കാര്യം അധ്യാപകനോട് പറയുകയാണ്. ഇങ്ങനെ ഫ്രാൻസിസ്കോ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ്, അവനതൊരു കത്തെഴുതി അത് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് ഫ്രാൻസിസ്കോ വളരെ ശക്തമായിട്ട് എതിർക്കുകയും ഞാൻ അങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അധ്യാപകന് ഫ്രാൻസിസ്കോയിൽ സംശയം തോന്നുന്നത് അവനങ്ങനെ ചെയ്യാനുള്ള സാധ്യതയില്ല, എങ്കിലും വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നുമില്ല. അങ്ങനെ ഫ്രാൻസിസ്കോയോട് പറയുന്നു, നീ ഇത് പറയുന്നത് സത്യമാണോ കളവാണോ എന്ന് ഞാൻ പരിശോധിക്കട്ടെ, ഇത് കളവാണെങ്കിൽ നിനക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധ്യാപകൻ ഫ്രാൻസിസ്കോയെ പരിശോധിക്കുമ്പോഴാണ് അവൻ്റെ പോക്കറ്റിലിരിക്കുന്ന ആ കത്ത് കിട്ടുന്നത്. ആ കത്ത് തുറന്ന് വായിക്കുമ്പോൾ ഇത് സത്യമാണ്, ഫ്രാൻസിസ്കോ ഈ പെൺകുട്ടിയുടെ പിറകെ നടക്കുകയാണ് എന്ന് അധ്യാപകൻ തിരിച്ചറിയുകയും വളരെ ക്രൂരമായ രീതിയിൽ ഫ്രാൻസിസ്കോയെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഫ്രാൻസിസ്കോ അത് തൻ്റെ സത്യസന്ധതയും നിരപരാധിത്വവും ഒക്കെ തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് സാധിക്കുന്നില്ല. അദ്ദേഹം മറ്റെല്ലാ കുട്ടികളുടെയും മുൻപിൽ വെച്ച്, സഹപാഠികളുടെ മുൻപിൽ വെച്ച് അപമാനിക്കപ്പെട്ട് ശിക്ഷയേറ്റ് വേദനയോടുകൂടി തിരികെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് പെൺകുട്ടി തന്നെ ഇടപെട്ട് അധ്യാപകനോട് മാപ്പ് ചോദിക്കുകയും, ഫ്രാൻസിസ്കോ എന്നോട് അങ്ങനൊരു മോശമായ രീതിയിൽ ഇടപെട്ടിട്ടില്ല, അത് അവൻ എനിക്ക് വേണ്ടി ചെയ്തതല്ല, അവനെ കെണിയിൽപ്പെടുത്താൻ വേണ്ടി അവൻ്റെ സഹപാഠികൾ തന്നെ, മറ്റ് വിദ്യാർത്ഥികൾ ചെയ്തതാണ് എന്ന് ആ പെൺകുട്ടി അധ്യാപകനോട് സത്യം തുറന്നു പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് കേട്ടതിന് ശേഷം ഫ്രാൻസിസ്കോയെ തല്ലിയ അധ്യാപകന് ഒരുപാട് വേദനയും കുറ്റബോധവും തോന്നുകയും അത് മാപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പാദ്രിപ്പിയോ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞു, എന്നോട് ആ തെറ്റ് തിരുത്താനായിട്ട് ഇടപെട്ടു, പക്ഷേ അദ്ദേഹത്തിന് സങ്കടമുണ്ടായി എങ്കിലും എൻ്റെ ശരീരത്തിലേറ്റ അടിയുടെ പാടുകൾ മാഞ്ഞു പോയില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ചില മുറിപ്പെടുത്തലുകൾ, ചില അപമാനങ്ങൾ അതിങ്ങനെ നിലനിൽക്കും. നമ്മളതിനോട് ക്ഷമിച്ചു, അല്ലെങ്കിൽ ഒരാൾ മാപ്പ് പറഞ്ഞു അതിനോട് ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞാലും ആ മുറിവുകൾ നിലനിൽക്കും. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആരെയും അകാരണമായിട്ട് അല്ലെങ്കിൽ എടുത്തു ചാടി നമ്മൾ ശിക്ഷിക്കാനോ മുറിവേൽപ്പിക്കാനോ പാടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ അദ്ദേഹത്തിൻ്റെ ജീവിത പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി അദ്ദേഹത്തിൻ്റെ ദൈവവിളിക്കെതിരായിട്ടുള്ളൊരു ഇടപെടൽ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് പിയത്രൽചീന എന്ന സ്ഥലമാണ്. അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ മകളുമായിട്ട് ഫ്രാൻസിസ്കോയ്ക്ക് ബന്ധമുണ്ട്. അവർ പ്രണയത്തിലാണെന്ന് ഒരു ആരോപണം കൂടി ഫ്രാൻസിസ്കോയ്ക്കെതിരായിട്ടുണ്ടാകുന്നു.
പക്ഷേ ഈ സമയത്ത് കുറച്ചുകൂടി അത് ഗൗരവപൂർവമായൊരു കെണിയായിട്ട് മാറുകയാണ്. കാരണം ഫ്രാൻസിസ്കോ തൻ്റെ സ്കൂൾ പഠനമൊക്കെ പൂർത്തീകരിച്ചിട്ട് ആശ്രമത്തിൽ ചേരാനായിട്ട് ആഗ്രഹിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്ന ആ സന്ദർഭത്തിലാണ് ഈ ഒരു ഊമക്കത്ത് വഴി ഇങ്ങനെ ഫ്രാൻസിസ്കോ മോശപ്പെട്ടവനാണ്, അവൻ അങ്ങനെ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാണ് എന്ന് എഴുതിയ ഒരു ഊമക്കത്ത് അവരുടെ വികാരി അച്ഛനായ സാൽവത്തോർ അച്ഛന് ലഭിക്കുന്നത്. സാൽവത്തോർ അച്ഛൻ ഫ്രാൻസിസ്കോയെ വളരെ കാര്യമായിട്ട് അറിയാം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ അതേക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അദ്ദേഹത്തിന് ഫ്രാൻസിസ്കോയെക്കുറിച്ച് വ്യക്തിപരമായിട്ട് അറിയാം. പക്ഷേ ഈ കത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവനെ സെമിനാരിയിലേക്ക് അയക്കാനായിട്ട് അല്ലെങ്കിൽ ആശ്രമത്തിലേക്ക് അയക്കുവാനായിട്ട് നിർവാഹമില്ല. കാരണം ഇതൊരു പരാതിയാണ്. ഇപ്പോൾ ദൈവവിളി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നൊരു കത്തായിട്ട് മാറുകയാണത്. അങ്ങനെ സാൽവത്തോറസിന് വിഷമമായി. ഇത് മറ്റൊരു വൈദികനുമായിട്ട്, ആ ഇടവേള തന്നെ മറ്റൊരു വൈദികനുമായിട്ട് ചർച്ചയ്ക്ക് വെച്ചു. ഇത് അന്വേഷിക്കാനായിട്ട് ഏൽപ്പിച്ചു. അങ്ങനെ ഇവർ ആ വൈദികർ യഥാർത്ഥത്തിൽ ഇത് വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ ഫ്രാൻസിസ്കോ അങ്ങനെ ഒരു സ്വഭാവക്കാരനല്ല എന്നാണ് അയാളും ആ വൈദികനും പറയുന്നത്. എന്നിട്ട് അവർ ചേർന്ന് മറ്റൊരു വൈദികനെ ഇത് അന്വേഷിക്കാനായിട്ട്, ഇത് പരിശോധിക്കാനായിട്ട് ഈ ഫ്രാൻസിസ്കോയുടെ പിന്നാലെ അയക്കുന്നുണ്ട്. ഫ്രാൻസിസ്കോ അറിയാതെ രഹസ്യമായിട്ട് ഇവൻ്റെ പിന്നാലെ ഒന്ന് അന്വേഷിച്ച് നോക്കുക, ഇവൻ ആ പെൺകുട്ടിയുമായിട്ട് ഇടപെടുന്നുള്ളൂ, അല്ലെങ്കിൽ അവൻ്റെ ഇടപെടലിൽ ഒരു പ്രണയത്തിൻ്റെ രീതിയിലാണോ, അല്ലെങ്കിൽ അങ്ങനെ മോശപ്പെട്ടൊരു ബന്ധം അവർ തമ്മിലുണ്ടോ എന്ന് അല്ലെങ്കിൽ അങ്ങനെ തെളിയിക്കത്തക്ക രീതിയിലുള്ള ഇടപെടലുകൾ ഫ്രാൻസിസ്കോയുടെ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ ഫ്രാൻസിസ്കോയെ അയോഗ്യനായി പ്രഖ്യാപിക്കുകയും സെമിനാരിയിൽ അല്ലെങ്കിൽ ആശ്രമത്തിൽ എടുക്കാതിരിക്കുകയും ചെയ്യാം, ആശ്രമത്തിലേക്ക് അയക്കാതിരിക്കുകയും ചെയ്യാം എന്നവർ തീരുമാനത്തിലെത്തുന്നു. പക്ഷേ അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നു. അവർ ഫ്രാൻസിസ്കോയുടെ പിന്നാലെ ഉണ്ട്. ഒരുപാട് നോക്കിയിട്ടും ഇത് ഫ്രാൻസിസ്കോ അത്തരത്തിലൊരു തെറ്റ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ മോശപ്പെട്ടൊരു സ്വഭാവക്കാരനായിട്ട് അവർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഫ്രാൻസിസ്കോയ്ക്കെതിരായിട്ട് ഒരു തെറ്റും കണ്ടെത്താൻ സാധിക്കാതെ വരുമ്പോൾ 2 മാസം കഴിയുന്നു. 2 മാസം കഴിഞ്ഞിട്ട് ഒരു തെറ്റും കണ്ടെത്താൻ സാധിക്കാതെ വരുമ്പോൾ അവർ ആ ഊമക്കത്തിൻ്റെ കൈയക്ഷരം പരിശോധിക്കുവാനായിട്ട് തീരുമാനമെടുക്കുന്നു. അങ്ങനെ കൈയക്ഷരം പരിശോധിക്കുകയും ആ വ്യക്തിയെ കണ്ടെത്തി അത് ആരാണ് ഫ്രാൻസിസ്കോയ്ക്കെതിരായിട്ട് കത്ത് എഴുതിയതെന്ന് തിരിച്ചറിയുകയും അയാളെ ശിക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഫ്രാൻസിസ്കോയ്ക്ക് ആ തടസ്സം മാറുകയും അദ്ദേഹം നിരപരാധിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള എല്ലാ ഇടവക സംബന്ധമായ ഡോക്യുമെൻറ്റ്സും കൊടുത്തുകൊണ്ട്, പേപ്പേഴ്സും കൊടുത്തുകൊണ്ട് സെമിനാരിയിൽ ചേരുവാനായിട്ട് അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഫ്രാൻസിസ്കോ സെമിനാരിയിൽ ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാലങ്ങൾ കഴിഞ്ഞിട്ട് ഫ്രാൻസിസ്കോ ഇതിനെക്കുറിച്ചും പറയുന്നത് ഇങ്ങനെയാണ്: എനിക്കെതിരെ തിന്മ ചെയ്തവനോട് ഞാൻ ക്ഷമിക്കുന്നു, ദയവ് ചെയ്ത് അവന് ഗൗരവപരമായ ശിക്ഷകളൊന്നും ദൈവം നൽകാതിരിക്കട്ടെ. ഇനി അവൻ്റെ സ്വഭാവം നന്നാവണമെന്നാണെങ്കിൽ, ദൈവം ശിക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലഘുവായ ശിക്ഷകളിലൂടെ അവൻ്റെ സ്വഭാവം ശുദ്ധീകരിക്കപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പാദ്രിപ്പിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ ചതിക്കുഴികൾ നിരത്തി വെച്ച് ഇത് വെറും 2 മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ഇതുപോലെ പല ചതിക്കുഴികളും നിരത്തി വെച്ചിട്ട് അതിനെല്ലാം അതിജീവിച്ച് സെമിനാരിയിൽ ചേരുവാനായിട്ട് സാധിച്ച് ഒരു നല്ല വൈദികനായി, ഒരു നല്ല സന്യാസിയായി ലോകത്തിനു മുമ്പിൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീർന്ന വ്യക്തിയാണ് വിശുദ്ധ പാദ്രിപ്പിയോ. ഇപ്പോൾ വിശുദ്ധ പാദ്രിപ്പിയോയുടെ ആ നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ ദൈവവിളിയോടുള്ള തീക്ഷ്ണമായ സ്നേഹം നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാം. നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം, വിശുദ്ധനുണ്ടായിരുന്ന ആ സ്നേഹം നമുക്കും തരണമേ എന്ന്. ഈ 3-ാം ദിനം പ്രാർത്ഥന നമുക്ക് സമർപ്പിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, വിശുദ്ധ പാദ്രിപ്പിയോ തൻ്റെ ദൈവവിളിയെ അതിയായി സ്നേഹിച്ചു. അതായത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ ഭാഗമായി മറ്റ് ശത്രുക്കളും അദ്ദേഹത്തെ വെറുത്തിരുന്നവരും ഒരുക്കി വെച്ച എല്ലാ കെണികളെയും അതിജീവിച്ച് പോകാനുള്ള കരുത്ത് വിശുദ്ധ പാദ്രിപ്പിയോയ്ക്ക് അങ്ങ് നൽകി. അങ്ങയെ സ്നേഹിക്കുന്നതിൻ്റെ ആ സ്നേഹത്തിൻ്റെ അളവിനാനുപാതികമായിട്ട് കെണികളെ അതിജീവിക്കാനുള്ള കരുത്ത് അങ്ങ് തരുമെന്ന് വിശുദ്ധൻ്റെ ഈ ജീവിത സന്ദർഭങ്ങളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന കെണികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് കർത്താവെ, വിശുദ്ധ പാദ്രിപ്പിയെ ബലപ്പെടുത്തിയ ദൈവമേ, ഞങ്ങളെയും ബലപ്പെടുത്തണമേ. ആമേൻ.